ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു കല്യാണത്തിന് പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തിരിച്ചു വരാൻ വൈകി. പിന്നെ ഉണ്ണാൻ്റെ സിസ്റ്റർമാരും അനിയനും വൈഫും എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് എല്ലാ ഫാമിലി ഒന്നിച്ചാണ് പോയത്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരാൻ കുറച്ച് വൈകി. അപ്പോൾ ഇന്ന് വേറെ ഞാൻ വീഡിയോ ഒന്നും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കൊരു ഈവനിങ് അല്ല കേട്ടോ, നൈറ്റ് തന്നെ ആയി. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി, അത് കഴിച്ചു. അപ്പോൾ ഞങ്ങൾ പോന്നപ്പോൾ തറവാട്ടിൽ നിന്ന് ജ്യൂസ് കുടിച്ചായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് ചായയൊന്നും വേണ്ട. അപ്പോൾ ഞാനൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി, അത് കഴിച്ചു. പിന്നെ ഇനി രാത്രിക്ക് ഗോതമ്പ് ദോശയും ബാജിയാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ ബാജി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ദോശ ചുട്ടും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ദോശയും ബാജിയും കാണിക്കുക. ഫ്രൂട്ട് സലാഡ് ഞങ്ങൾ കുറച്ച് കഴിച്ച് ലേശം ബാക്കിയുണ്ട്. ഇനി വേണമെങ്കിൽ കഴിക്കുന്ന കൂട്ടത്തിൽ അപ്പോൾ കഴിക്കാം. മോൻ പോന്നിരുന്നില്ല കേട്ടോ കല്യാണത്തിന്. അവൻ്റെ ഫ്രണ്ട് ആരോ വരുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വന്നിരുന്നില്ല. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞാൻ ഒരു വെജ് ബിരിയാണി സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അവനിനി കഴിക്കാൻ കുറച്ചത് ബാക്കിയുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് അവന് കൊടുക്കാം. ഞങ്ങൾ ഗോതമ്പ് ദോശയും ബാജിയും ഞങ്ങൾ കഴിക്കും. ഞാനുണ്ടായിരുന്നു, അത് കഴിക്കും. അപ്പോൾ ഞാൻ ദോശ കാണിക്കാം. അപ്പോൾ ദോശ അതാണ് ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോഴേക്കും ഒന്ന് മൂപ്പേറി. സാരില്ല, നല്ല ഗോതമ്പ് ദോശ അല്ലേ, നല്ല മൊരിഞ്ഞ കൂടുതൽ ടേസ്റ്റ്. സാലഡ് ഇതാ ഞങ്ങൾ കഴിച്ചിട്ട് കുറച്ച് ബാക്കിയുണ്ട്. എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാതും കൂടെ ഇട്ടിട്ടൊരു മിക്സഡായിട്ടൊരു സാലഡ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ജ്യൂസ് അവിടെ നിന്ന് കുടിച്ചതുകൊണ്ട് പിന്നെ ഉണ്ടായിട്ട് ചായ വേണ്ടത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അത് കഴിച്ചു. പിന്നെ നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പോയി വരാൻ കുറച്ച് ലേറ്റായിപ്പോയി. ഞങ്ങൾ നല്ല വൈകിട്ടാണ് വന്നത്. നിലമ്പൂർ എടക്കര ആയിരുന്നു ഞങ്ങളുടെ കല്യാണം, ഇതിൻ്റെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ വരാത്തിരി വൈകി. അപ്പോൾ ദാ ബാജി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു 3-4 ദോശയും കൂടി ചുട്ടാൽ കഴിഞ്ഞു. പിന്നെ അത് കഴിക്കുക. അപ്പോൾ അതൊക്കെയാണ് ഇപ്പം ഇന്നത്തെ വിശേഷം കേട്ടോ. ഇന്ന് പോയി വരാൻ ലേറ്റ് ആയതാണ് ആകെ പ്രശ്നമായത്. കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ എന്താ, ഇത് ഉണ്ടാക്കി കഴിക്കേണ്ട വല്ലേ ഉള്ളൂ. പിന്നെ അവന് ഞാൻ ഉച്ചയ്ക്ക് അവന് കഴിക്കാൻ ഉണ്ടാക്കി വെച്ച വെജ് ബിരിയാണി. ഇനി സാലഡ് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അവനൊരു തൈര് കൊണ്ട് ഒരു സാലഡും കൂടി ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അവൻ അത് കഴിച്ചോളും. അവന് ഗോതമ്പ് ദോശ ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. അപ്പം ഇനി 2-3 ദോശയും കൂടി ചുട്ട് വെക്കാണ്ട്. അപ്പോൾ അതും കൂടെ ചുടട്ടെ. എന്നിട്ട് വെജ് ബിരിയാണിക്ക് അതിൻ്റെ സാലഡ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ സാലഡും കൂടി ഒന്ന് റെഡിയാക്കി വെച്ചാൽ ഭക്ഷണം കഴിക്കാം. വന്നിട്ട് മേല് കഴുകിയപ്പോൾ തന്നെ കുറേ ആശ്വാസം. തല കുളിക്കണം വിചാരിച്ച് കുറേശ്ശെ ജലദോഷം വരാൻ ഉള്ള ശ്രമം ഉണ്ട് തോന്നണു ആകെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തല കുളിച്ചില്ല, മേല് കഴുകുകയേ ചെയ്തുള്ളൂ. ഇനി നാളേക്ക് അളിയന്തര തൊണ്ട വേദനയ്ക്കുണ്ട്. അപ്പോൾ എന്തായാലും ചിലപ്പോൾ ചെറുതായി പനി ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി എന്തായാലും പനിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തല കുളിച്ചിട്ടില്ല, മേല് കഴുകുകയേ ചെയ്തുള്ളൂ. രാവിലെ തല കുളിച്ചതായിരുന്നു. പിന്നെ 2 നേരം കൂടി തല നനച്ചാൽ ചിലപ്പോൾ തൊണ്ടവേദന കുറച്ചുകൂടി കൂടി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ചുമ കുറേശ്ശെ വരാൻ നോക്കുന്നുണ്ട്. നാളേക്ക് പനിക്കാതിരുന്നാൽ മതിയായിരുന്നു. പിന്നെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫങ്ഷനൊക്കെ പോയത് എല്ലാവരും ഉണ്ടായതുകൊണ്ട് നല്ല ഹാപ്പി ആയിരുന്നു. നല്ല പോയി വരുന്ന വരി നല്ല ചിരിയായിരുന്നു, കളിയായിരുന്നു. എല്ലാവരും ഉണ്ടാവുകൊണ്ട് നല്ല രസമായിരുന്നു. കുട്ടികളൊന്നും പോകുന്നില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ വലിയവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അനിയത്തിമാരും പിന്നെ ചേച്ചിയും അവൻ്റെ ഹസ്ബൻഡും പിന്നെ അനിയത്തി അവൻ്റെ ഹസ്ബൻഡും അവരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ
അനിയനും വൈഫും അവരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ആവുകൊണ്ട് നല്ല രസമായിരുന്നു. ഞങ്ങളങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഇട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ ദൂരമൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് പോകുമ്പോൾ നല്ല അടിപൊളിയാണ്. എല്ലാവരും ഹാപ്പി ആയിരുന്നു. പിന്നെ ഒരുമിച്ച് എല്ലാവരും കൂടുന്നത് തന്നെ നല്ലൊരു സന്തോഷമല്ലേ. അപ്പോൾ അവർ പോന്നപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നമുക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് എവിടേക്കെങ്കിലുമൊക്കെ ഇങ്ങനെ വെറുതെ എല്ലാവരും കൂടി ഒരുമിച്ച് പോകണം എന്നൊക്കെ അവർ പറയുക. ഇനി അടുത്ത ആഴ്ച ഇനി ഒരു ഇതും കൂടെ ഉണ്ട്, തറവാട്ടിൽ ഒരു അച്ഛൻ്റെ ശ്രാദ്ധമൊക്കെ ഉണ്ട്. അപ്പം ഇനി അവരപ്പം എല്ലാവരും എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നല്ല രസമാണ് ഒരുമിച്ച് കൂടുന്നത്. അപ്പം ഇനി ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഈവനിങ് ആയി. ഇനിയിപ്പോൾ ഉണ്ണേട്ടൻ കുളിക്കാൻ പോയതാണ്. കുളി കഴിഞ്ഞ് വന്ന ഭക്ഷണം കൊടുത്ത കിടക്കുന്നപ്പോൾ ഒരുപാട് യാത്ര ചെയ്തുകൊണ്ട് നിലമ്പൂരിൻ്റെ അപ്പുറത്തായിരുന്നു. അതുകൊണ്ട് യാത്ര നല്ല ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് തേക്ക് മ്യൂസിയം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ അടിയമ്പാറ അതൊക്കെ ഞങ്ങൾ കാണാൻ പോയിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായി പോയത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സാവകാശം എഡിറ്റ് ചെയ്തൊക്കെ റെഡിയാക്കിയിട്ട് സാവകാശം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.